നമ്മുടെ നാട്ടിലെ കോഴിക്കോട് പാലക്കാട് ഹരിതപാത വരുന്നുണ്ട്. അപ്പോൾ അതിന് 121 കിലോമീറ്ററാണ് വരുന്നത്. അതിൽ 14 ടോളുകൾ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ജനങ്ങൾ അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിനെ പറ്റിയുള്ള ഒരു ചർച്ചയായിട്ട് അത് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട് കോഴിക്കോട് അതിവേഗ ഹരിതപാത അത് ഞങ്ങൾ സാധാരണക്കാർ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കത്തുക്കള് കാരണം ഞങ്ങൾ ഒരു പെരുമണ്ണ പഞ്ചായത്തുകൾക്ക് ഒരു പാലത്തിന് വേണ്ടിയിട്ട് 2012 അനുമതിയായിരുന്നു സർക്കാർ. അപ്പോൾ പാലം ഉണ്ടാക്കില്ല. യാദൃശ്യമായിട്ട് ഉണ്ടാക്കിയതിനു ശേഷം ഞങ്ങൾ ആ പ്രദേശത്തുള്ള സാധാരണക്കാർക്ക് ഏറെ പ്രതീക്ഷയോടെടുക്കുന്ന സമയത്താണ് ഭാരത് മാല പദ്ധതിൻ്റെ ഒരു റൂട്ട് നോക്കണമെന്ന് പറഞ്ഞ് അത് ഈ ഭാഗത്തു കൂടെ തന്നെ വരുന്നതിൽ അവിടുത്തെ സാധാരണക്കാർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ പാലത്ത് ഉദ്ദേശിച്ച ആ സ്ഥലത്തു കൂടിയാണ് രാമുട്ടിക്കല്ല് പറഞ്ഞ സ്ഥലത്തിലായിട്ട് കൂടിയൊക്കെയാണ് ഈ റോഡ് വരുന്നത്. അവിടെ പാലം കടക്കുമ്പം സാധാരണക്കാരെ നാട്ടുകാർക്ക് ഉപയോഗപ്പെടുന്നില്ല. ഇവരിപ്പോഴത്തെ ടോൾ ബൂത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് 121 കിലോമീറ്ററാണ് ഇത് പാതയുടെ ദൂരം. ഈ 121 കിലോമീറ്ററിൽ 14 ടോൾ ബൂത്ത് വരും എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും എവിടേക്ക് കയറിയാലും കാശ് കൊടുക്കണം. ദേശീയപാത അതോറിറ്റി ഈ കാലം വരെ ഇരുന്ന പെരുമാറ്റച്ചട്ടം മിനിമം ഒരു 60 കിലോമീറ്ററെങ്കിലും ഞങ്ങൾ അറിവിലിട്ടോ കേരളത്തിൽ ലോറിക്കാരും ഡ്രൈവർമാരും സാധാരണക്കാരും നമ്മളതല്ല 60 കിലോമീറ്ററെങ്കിലും ഈ പാതക്ക് ടോൾ ബൂത്തിൽ ഇതുണ്ട്. ദീർഘദൂര യാത്രക്കാരോട് ടോൾ വാങ്ങുന്ന രീതിയിലും കുറഞ്ഞ ദൂര യാത്രക്കാർ ദൂര യാത്രക്കാരെ ടോൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള അനുഭാവപൂർവ്വമുള്ള ഒരു പരിഹാരമാണ് ദേശീയപാത അതോറിറ്റി കാലം വരെ രാജ്യം മുതൽ തുറന്നു പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയുന്നത്. പക്ഷേ കേന്ദ്ര മന്ത്രാലയത്തിൽ വേണ്ട രീതിയിൽ പൊതുപ്രവർത്തകരുടെ രാഷ്ട്രീയ ഇടപെടലില്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തീരുമാനത്തെ മാത്രമാണ് നടന്നു വരുന്നത്. ജനങ്ങൾ കാര്യങ്ങൾ ഈ പ്രദേശത്തെ പാർലമെൻറ്റ് മെമ്പർമാർ ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യം ഇടപെടൽ നടത്തണം. ആ നടത്തുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ ഈ വിഷയം ചർച്ച ആക്കണം. വൈകിപ്പോയാൽ ഉദ്യോഗസ്ഥ തീരുമാനം എന്ന് പറഞ്ഞാൽ ആര് കയറിയാലും കാശ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് പാലിയേക്കര ടോൾ ബൂത്ത് ഇങ്ങനെ അവിടെ സാധാരണക്കാർ അപ്പുറത്തുള്ളവർക്കൊക്കെ കയറി പോകണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഇത് എവിടേക്ക് എൻട്രൻസ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഏറ്റവും അവസാനം മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ദേശീയപാത അതോറിറ്റിൻ്റെ തെളിവെടുപ്പിൽ ചോദിച്ചു. ഞാൻ ഞങ്ങൾ ചോദിച്ചു ചിലപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പത്രവാർത്തന ഔദ്യോഗികമായിട്ട് പറഞ്ഞു 14 ടോൾ ബൂത്ത് ഉണ്ടാവും എന്നുള്ളത്. ഈ 14 ടോൾ ബൂത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് മേഖല തീരുമാനമാണ്, രാഷ്ട്രീയ തീരുമാനമാണ്, ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥ തീരുമാനമില്ല. മേലെ ഭാഗത്ത് ദേശീയപാത മന്ത്രാലയത്തിൽ പാർലമെൻറ്റ് മെമ്പർമാർ ഇത്രയും ടോൾ ബൂത്ത് ഞങ്ങളുടെ പ്രദേശത്ത് കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശത്തു കൂടി എൻ്റെ മണ്ഡലത്തിൽ കൂടിയാണ് ഈ റോഡ് പോകുന്നതെന്നും ഇവിടുത്തെ ജനങ്ങൾ അധികം വാഹനം ഉപയോഗിക്കുന്നവരാണ്. വടക്കേ ഇന്ത്യയിലെ മാതിരിയല്ല. വടക്കേ ഇന്ത്യയിലെ മാതിരിയൊക്കെ വലിയ വാഹനം കൗതുകമായിട്ട് നിൽക്കുകയാണ്. ഒരു ട്രാക്ടറിൽ അയച്ചുള്ള ഒരു ദിവസം അടുത്ത ഗ്രാമത്തിൽ ഉത്സവം ഉണ്ടാവും പോവുള്ളൂ. ഇതല്ല, ഇത് ഈ റോഡ് പോകുന്ന സൈഡിൽ ആളുകൾ മുഴുവൻ ദിവസം കോഴിക്കോട്ടും പാലക്കാട്ടും പോകുന്ന ആളുകളാണ്. നിങ്ങളൊക്കെ യാത്ര ചെയ്യാണല്ലോ. ഇതൊക്കെ അനങ്ങിയ ടോൾ കൊടുക്കുന്ന അവസ്ഥ വരാൻ പോണത്. അതൊരു അതിവേഗ ടോൾ കൊള്ള ഒരു ഇതായിട്ട് പരിണമിക്കാൻ പോവുകയാണ്. ഇതുവരെ എവിടെ ഇങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ അടിയന്തരമായിട്ടുള്ള പൊതുജനം ജനപ്രതിനിധികളും എല്ലാം കൂടി ഇടപെടണം.